അവൻ അത് ധരിച്ച് ചുറ്റുമോടുന്നു. ഒരു യഥാർത്ഥ സൈനികനെ പോലെ തോന്നിക്കുന്നു. മറ്റുള്ളവർ അവനെ അവരുടെ കൊച്ചു സൈനികൻ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. കുട്ടി ഓടുമ്പോൾ ജർമ്മൻകാർ ബറ്റാലിയനെ വ്യോമാക്രമണം നടത്തുന്നു. സൈനികർ വേഗത്തിൽ സെർജിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു. മറ്റുള്ളവരുമായി പോരാടുന്നു. പരിക്കേറ്റ സൈനികരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നു. സെർജിക്ക് സ്വയം ഉപയോഗപ്രദനാകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവൻ ദാഹിച്ച സൈനികർക്ക് വെള്ളം കൊണ്ടുവരുന്നു. ഒരാൾക്ക് കണ്ണിൽ ബാൻഡേജ് ഉള്ളതിനാൽ തന്റെ കുടുംബം അയച്ച കത്ത് വായിക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. കുട്ടിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വായിക്കാൻ അറിയില്ല. അവൻ കത്തെടുത്ത് അതിലെഴുതിയ കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങുന്നു. സൈനികന്റെ പശു വീട്ടിൽ സുരക്ഷിതമാണെന്ന് പറയുന്നു. സൈനികന് പശുവില്ലെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കഥയുമായി പോകാൻ അവനോട് പറയുകയും ചിരിക്കുകയും ചെയ്യുന്നു. അവൻ മറ്റെല്ലാവരുടെയും കത്തുകൾ ഇതേ രീതിയിൽ വായിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത രംഗത്തിൽ കാത്തിയും കമാൻഡറും സംസാരിക്കുന്നത് കാണാം. അവർക്ക് പരസ്പരം ആകർഷണമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അവരുടെ വികാരങ്ങൾ ഏറ്റുപറയുന്നില്ല. പിന്നീട് സെർജി കമാൻഡറോട് താൻ ബറ്റാലിയനിലെ ഒരു ഓർഡർലിയാണെന്ന് പറയുകയും സ്വയം അങ്ങനെ പരിചയപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആക്രമണത്തിൽ തകർന്ന ഒരു സൈനിക സ്ഥാനം കുട്ടി കാണുന്നു. മരിച്ച സൈനികനോട് ആദരവ് പ്രകടിപ്പിക്കാൻ തൊപ്പി ഊരാൻ കമാൻഡർ അവനെ പഠിപ്പിക്കുന്നു. അടുത്ത ദിവസം തനിക്കൊരു ദൗത്യം നൽകണമെന്ന് അവൻ കമാൻഡറെ നിർബന്ധിക്കുന്നു.